നമസ്കാരം, ഏവർക്കും സ്വാഗതം. പലരും ചോദിക്കാറുണ്ട്, എന്നാണ് ഈ കഷ്ടപ്പാടൊക്കെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറുന്നത്? ധനം എന്നാണ് ഞങ്ങളുടെ കീശയിൽ വന്ന് നിറയുന്നത്? അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പറയാൻ പോകുന്നത്. കഷ്ടപ്പാടുകൾ മാറി പണം കുമിഞ്ഞു കൂടുന്ന, തലവര മാറുന്ന ഭാഗ്യവാന്മാരായ കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ജ്യോതിഷത്തിൽ ശുക്രൻ എന്ന് പറയുന്നത് വെറുമൊരു ഗ്രഹമല്ല. കളത്രകാരകനാണ് ശുക്രൻ, ധനകാരകനാണ്. ജീവിതത്തിലെ സുഖലോലുപതകൾ, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, വാഹനം, സ്വർണം, പണം, ഇതെല്ലാം ശുക്രൻ്റെ അധീനതയിലാണ്. ഈ ജനുവരി മാസത്തിൽ ശുക്രൻ തൻ്റെ പ്രിയപ്പെട്ട രാശിയിലേക്ക് മാറുന്നുണ്ട്. ഇത് ചിലരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. സാമ്പത്തികമായി നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങൾ അണക്കെട്ട് തുറന്നതുപോലെ ഒഴുകിപ്പോകും. ബിസിനസ്സിൽ ലാഭമുണ്ടാകും, ലോട്ടറി ഭാഗ്യം, കിട്ടാനുള്ള പണം തിരികെ കിട്ടുക, അങ്ങനെ പലതും വന്നു ചേരുന്ന 4 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുണ്ട്. ഈ ജനുവരിയിൽ രാജയോഗം തെളിയുന്ന ആ രാശിക്കാർ ഏതൊക്കെയാണെന്നും അതിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞു തരാം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ ഭാഗ്യരാശി എന്ന് പറയാൻ സാക്ഷാൽ ഇടവം രാശി തന്നെയാണ്. ഇടവം രാശിയുടെ അധിപൻ തന്നെ ശുക്രനാണ്. സ്വന്തം വീട്ടിലേക്ക് നാഥൻ കടന്നു വരുന്നത് പോലെയാണ് കാര്യങ്ങൾ. ഇടവം രാശിക്കാരായ ആളുകൾക്ക് ഈ ജനുവരി മാസം ധനവർഷത്തിൻ്റെ സമയമാണ്. തൊഴിലില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തടസ്സങ്ങൾ മാറുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങളൊക്കെ മാറി സമാധാനം കൈവരും. പ്രത്യേകിച്ച് ഇതിൽ പറയുന്ന നക്ഷത്രങ്ങളായ കാർത്തിക നക്ഷത്രത്തിന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള യോഗം, ഭാഗ്യം എന്നിവ കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിലാണെങ്കിൽ ശ്രീകൃഷ്ണന് ഭഗവാന്റെ ജന്മനക്ഷത്രമാണ്, അറിയാമല്ലോ. അംഗീകാരങ്ങൾ വന്നു ചേരും, കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. ഇനി മകീരം നക്ഷത്രത്തിന് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിനും വളരെയധികം അനുകൂലമായ സമയമാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങാമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ജനുവരി മാസം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റായ സമയമാണ്. ഇപ്പോഴെടുക്കുന്ന തീരുമാനങ്ങളും ഏറ്റവും ഉചിതമായിരിക്കും. നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, അതായത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, കൂടെ തന്നെ ഭഗവാൻ വിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുക. ലക്ഷ്മി സമേതനായ ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, അതേപോലെ പാർവതി സമേതനായ മഹാദേവനെ പ്രാർത്ഥിക്കുക. രണ്ടുപേരെയും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ രണ്ടായിട്ട് പ്രാർത്ഥിച്ച് ഫലം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്തുള്ള ഒരു വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവി പ്രാർത്ഥിക്കുക. വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ ഇരട്ടി ഫലം ഉറപ്പാണ്. ഇനി നമുക്ക് അടുത്ത രണ്ടാമതായി ശുക്രൻ കരിയുന്നത് തുലാം രാശിക്കാർക്കാണ്. തുലാം രാശിയുടെയും അധിപനായി ശുക്രനാണ്. അപ്പോൾ ഈ ജനുവരി മാസം ഒരു പുനർജന്മം പോലെയായിരിക്കും തുലാം രാശിക്കാർക്ക്. ചിത്തിര ചോതി വിശാഖം വരുന്ന ഈ തുലാം രാശിക്കാർക്ക് ഇത്രയും നാൾ അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്ക് ഒരറുതി വന്നു ചേരും. പ്രധാനമായും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം തെളിയും. വീട് പണി പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ ധാരാളം പണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് വന്നു ചേരും. കലാപരമായ കഴിവുള്ളവർക്ക്, അതായത് സിനിമയിലോ സംഗീതത്തിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും ഈ ഒരു സമയം വലിയ പ്രശസ്തി ലഭിക്കും. ഇതിൽ വരുന്ന നക്ഷത്രങ്ങളായ ചിത്തിര നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ താനെ മാറുന്ന സമയമാണ്. ധനലാഭം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. ഇനി ചോതി നക്ഷത്രം ശുക്രന്റെ സ്വന്തം നക്ഷത്രമാണ്. അപ്പോൾ ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികളിൽ നിന്ന് ധനം ധാരാളമായി ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഇനി വിശാഖം നക്ഷത്രത്തിന് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വിജയം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ തുലാം രാശിക്കാരായ ആളുകൾ നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുകയോ അതല്ലെങ്കിൽ ജപിക്കുന്നത് കേൾക്കുകയോ ചെയ്യുന്നത് വളരെ ശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തത് മൂന്നാമത്തെ രാശി
കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരായ ആളുകൾക്ക് അവിട്ടം ചതയം പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്ക് ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് ശുക്രൻ്റെ സഞ്ചാരം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ശുക്രൻ ശനിയുടെ ഉറ്റമിത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം വന്നു ചേരും. പൈതൃകമായി കിട്ടാനുള്ള സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ അനുകൂലമായ മാസം കൂടിയാണ് ജനുവരി മാസം. പങ്കാളി വഴി ധനലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ദൂരയാത്രകൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട്. ചതയ നക്ഷത്രത്തിന് ആരോഗ്യകാര്യങ്ങളിൽ എന്തെങ്കിലും ആശങ്കകളുണ്ട് അല്ലെങ്കിൽ അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്ന സമയമാണ്. മനസ്സിന് സന്തോഷകരമായ ചില വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. പുരുരുട്ടായ നക്ഷത്രക്കാർക്കാണെങ്കിൽ ജോലിയിൽ പ്രമോഷനോ അതല്ലെങ്കിൽ നിലവിലെ ജോലിയുമായി ബന്ധപ്പെട്ട ശമ്പള വർധനവോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ശനിയാഴ്ചകളിൽ അയ്യപ്പ സ്വാമി ശാസ്താവിനെ തൊഴുന്നതും ഈ രാശിക്കാർക്ക് ഏറ്റവും അധികം ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് നാലാമത്തെ രാശി നോക്കാം. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ മീനം രാശിയിൽ വരുന്നത്. അപ്പോൾ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന രാശി കൂടിയാണ് മീനം. അതുകൊണ്ട് തന്നെ മീനം രാശിക്കാർക്ക് ഒരു സുവർണ കാലഘട്ടം തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. രാജാവിനെ പോലെ ജീവിക്കുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്നതല്ല. എന്നാൽ നിങ്ങൾക്ക് അത് സാധ്യമാകുന്ന അത് അനുകൂലമായ യോഗമായിട്ട് തന്നെ വന്നു ചേർന്നിട്ടുണ്ട്. തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു അവസ്ഥയാണ്. ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ കച്ചവടത്തിലോ ഒക്കെ ഏർപ്പെടുന്നവർക്ക് വലിയൊരു ലാഭം കൊയ്യാനായി ഈ ജനുവരി മാസത്തിൽ സാധിക്കും. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികവ് പുലർത്താനും വിദേശ സർവകലാശാലകളിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അഡ്മിഷനൊക്കെ പെട്ടെന്ന് തയ്യാറായി ലഭിക്കുവാനുമുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പൂരുരുട്ടായ നക്ഷത്രത്തിന് ദൈവാധീനം വളരെ കൂടുതലായിട്ട് കാണുന്നതിനാൽ തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം ഇനി ചെയ്യേണ്ടതില്ല. ഇതേപോലെ മുന്നോട്ട് പോവുക, പ്രാർത്ഥിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. ഉത്രട്ടായ നക്ഷത്രത്തിന് സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന വർഷവും മാസവും കൂടിയാണ് ഇത്. ഇനി രേവതി നക്ഷത്രത്തിന് ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ വലിയ ധനം സമ്പാദിക്കാൻ സാധിക്കുന്ന സമയമാണ്. ബിസിനസ് ചെയ്താലും വലിയൊരു കുതിച്ചുചാട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായി കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രാശിയിൽ ഉൾപ്പെടാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ശുക്രൻ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഐശ്വര്യം നൽകുന്നത്. എല്ലാവർക്കും എല്ലാ ഗ്രഹങ്ങളും ദൈവങ്ങളും ഒരേപോലെയാണ് ഐശ്വര്യം നൽകുന്നത്. എങ്കിലും ഗ്രഹങ്ങളുടെ ആ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഗുണകരമായ ഗുണവർദ്ധനവിന് ആധിക്യം കൂടിയും കുറഞ്ഞും ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇടവം, തുലാം, കുംഭം, മീനം ഇങ്ങനെ 4 രാശിക്കാർക്ക് ജനുവരി മാസം ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമില്ലാത്ത മാസമായിരിക്കും. കാരണം എന്തെന്നാൽ ഇവർക്ക് ഭാഗ്യം കൂടുതൽ ഉണ്ടാകും. അപ്പോൾ ഈ ഭാഗ്യം കൂടുതൽ ഉണ്ടാകുമ്പോൾ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ കൂടി നിങ്ങൾ ശ്രമിക്കണം. അതായത് അഹങ്കാരം പാടില്ല. കിട്ടുന്ന ധനത്തിൻ്റെ ഒരു ചെറിയ അംശം ദാനമായിട്ട്, ചെറിയൊരു ഭാഗം ദാനമായിട്ട് കൊടുക്കുക. അതേപോലെ അന്നദാനം നടത്താൻ ശ്രമിക്കുക. ശുക്രപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് അന്നദാനമൊക്കെ നടത്തുന്നത്. അതേപോലെ തന്നെ എപ്പോഴും നിങ്ങൾ വസിക്കുന്ന ഗൃഹം ശുദ്ധിയായി സൂക്ഷിച്ച് വൃത്തിയാക്കുക. സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ശുക്രൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകാരകൻ കൂടിയാണല്ലോ, അറിയാമല്ലോ. അപ്പോൾ അതിനാൽ തന്നെ വീട്ടിലെ അമ്മയെ ആയാലും ഭാര്യയെ ആയാലും പെൺകുട്ടികളെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷനാണെങ്കിൽ അയാളിലേക്ക്, ആ ഒരു വ്യക്തിയിലേക്ക് ശുക്രൻ്റെ അനുഗ്രഹം കൂടുതലായി വന്നു ചേരുമ്പോൾ സ്ത്രീകളെ അനാദരവ് കാണിക്കാതിരിക്കുക. അവരുടെ കണ്ണുനീര് വീഴാൻ നോക്കിയാൽ അല്ലെങ്കിൽ വീഴ്ത്താൻ നോക്കിയാൽ ശുക്രൻ പ്രസാദിക്കില്ല. അതുകൊണ്ട് അവരുടെ കണ്ണുനീര് വീഴ്ത്താതിരിക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ശുക്രൻ്റെ അനുഗ്രഹം കൂടുതലായി വന്നു ചേരുകയുള്ളൂ, പണം കുമിഞ്ഞു കൂടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ജനുവരി മാസം നന്മകൾ മാത്രം വന്നു ചേരട്ടെ എന്ന് ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു.